കഥയുടെ ഭാഗം 3. കഥ ആരംഭിക്കുന്നു. നേരം പുലർന്നതും തുണിത്തരങ്ങളുമായി അവൻ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. രാജാവിനെ കണ്ട് പുതിയ വസ്ത്രങ്ങൾ നൽകാനാണ് അവൻ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടത്. കൊട്ടാരത്തിലെത്തിയ ബാദുഷ രാജാവിനെ കാണണമെന്നും തുണിത്തരങ്ങൾ നൽകാൻ വന്നതാണെന്നും ഭടന്മാരെ അറിയിച്ചു. രാജാവ് അവനെ സദസ്സിലേക്ക് എത്താൻ ഉത്തരവിട്ടു. തുണിത്തരങ്ങൾ രാജാവിന് മുന്നിൽ പ്രദർശിപ്പിച്ചെങ്കിലും ബാദുഷയുടെ മനസ്സ് രാജകുമാരിയെ തിരയുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ പരിസരമാകെ കണ്ണോടിക്കുന്നുണ്ട്. പക്ഷേ എവിടെയും രാജകുമാരിയെ കാണുന്നില്ല. തോഴിമാരിൽ ഒരാൾ ചെന്ന് രാജകുമാരിയോട് പറഞ്ഞു, മുന്നേ തുണിത്തരങ്ങളുമായി വന്ന വ്യാപാരിയായ ചെറുപ്പക്കാരൻ വീണ്ടും കൊട്ടാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കേട്ട മാത്രയിൽ രാജകുമാരി കൊട്ടാര സദസ്സിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ അവൾ മറഞ്ഞു നിന്ന് അവനെ നോക്കി. ഇത്തവണയും തോഴിമാർ വന്ന വസ്ത്രങ്ങൾ രാജകുമാരിക്ക് വേണ്ടി കൊണ്ടുപോയി. രാജകുമാരിയുടെ മനസ്സിൽ ബാദുഷയോട് ഒരടുപ്പം തോന്നിയിരുന്നു. അവനെ വീണ്ടും കാണണമെന്ന് തോന്നി അവൾ മറഞ്ഞു നിന്ന് അവനെ തന്നെ നോക്കി നിന്നു. തുണിത്തരങ്ങൾ നൽകിയ ശേഷം അവൻ അവിടെ നിന്നും പുറപ്പെടാൻ ഒരുങ്ങി. അവൻ പോകുന്നത് കണ്ട് രാജകുമാരി തോഴിയോട് പറഞ്ഞ് അവനെ മറ്റാരും കാണാതെ ഒരിടത്തെത്തിച്ചു. രാജകുമാരി വേഗം അവനടുത്തേക്ക് വന്നു. അവളെ കണ്ടതും അവന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഇരുവരും വീണ്ടും കണ്ട സന്തോഷത്തിൽ നോക്കി നിന്നു. ശേഷം ബാദുഷ രാജകുമാരിയോട് പറഞ്ഞു, രാജകുമാരിയെ കാണാനാണ് ഞാൻ ഇവിടേക്ക് വീണ്ടും വന്നത്. രാജകുമാരി മറുപടി പറഞ്ഞു, എനിക്കറിയാം വീണ്ടും എന്നെ കാണാൻ വരുമെന്ന്. അങ്ങനെ ഓരോന്നും അവർ പറഞ്ഞു നിൽക്കുന്നത് ഒരു ഭടൻ കണ്ടു. അയാൾ കണ്ടെന്ന് മനസ്സിലാക്കിയ രാജകുമാരി ബാദുഷയെ വേഗം അവിടെ നിന്നും പറഞ്ഞു വിട്ടു. ഇനിയും താൻ വരുമെന്നും എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ലെന്നും അവൻ അവളോട് പറഞ്ഞു. ശേഷം അവൻ അവിടെ നിന്നും പോയി. രാജകുമാരിക്ക് ആകെ വിഷമമായി. ഭടൻ കണ്ടാൽ രാജാവ് അറിയുമോ എന്നവൾ ഓർത്തു. ശേഷം ആ ഭടനെ വിളിച്ച് കർക്കശമായി രാജകുമാരി പറഞ്ഞു, ഞാൻ ആ വ്യാപാരിയോട് സംസാരിച്ച വിവരം രാജാവിനോട് പറയരുതെന്നും പറഞ്ഞാൽ ഇവിടെ നിന്നും പുറത്താക്കുമെന്നും അവൾ ഭടനോട് പറഞ്ഞു. അവൻ പറയില്ലെന്ന് മറുപടി നൽകി. ശേഷം ബാദുഷ വീട്ടിലേക്ക് ചെന്നു. ബാദുഷയുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ കണ്ട് ഉമ്മ ഓരോന്നും ചോദിക്കാൻ തുടങ്ങി. ഉമ്മയുടെ ചോദ്യം ചെയ്യലിൽ ബാദുഷ നടന്ന കാര്യങ്ങളൊക്കെ ഉമ്മയോട് പറഞ്ഞു. ഇത്തവണ ഉമ്മ ബാദുഷ പറയുന്നതൊക്കെ കേട്ട് അവനെ സമാധാനപ്പെടുത്തി. രാജകുമാരിയെ സ്വന്തമാക്കണമെന്നാഗ്രഹിക്കാൻ നമ്മൾ സാധാരണക്കാരാണെന്നും അതിനുള്ള അർഹതയില്ല എന്നുമൊക്കെ ഉമ്മ അവനോട് പറഞ്ഞു. എന്നിരുന്നാലും ഉമ്മയ്ക്കറിയാമായിരുന്നു അവന് രാജകുമാരിയെ ഒരുപാട് ഇഷ്ടമാണെന്ന്. ഉമ്മ പറഞ്ഞു, പടച്ചോൻ മോൻ അവളെ സ്വന്തമാക്കാനുള്ള ഒരു വഴി കാണിച്ചു തരുമെന്ന്. ഉമ്മയുടെ വാക്കുകൾ അവന് ആശ്വാസമായി. അന്നു രാത്രി രാജകുമാരി ബാദുഷയെ തന്നെ ഓർത്തിരിപ്പാണ്. അവൾക്ക് അവനിൽ എന്തോ ഒരു ആകർഷണം തോന്നി. അവനുമായി പ്രണയത്തിലാകുന്ന നിമിഷങ്ങളൊക്കെ അവൾ കിനാവ് കണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തോഴിമാർ വന്ന് ബാദുഷയുടെ കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞ് രാജകുമാരിയെ കളിയാക്കാൻ തുടങ്ങിയത്. അവൾ അതൊക്കെ കേട്ട് നാണത്തോടെ ചിരിക്കുകയായിരുന്നു. തോഴിമാരോട് ബാദുഷയെ കാണണമെന്ന ആഗ്രഹം സാലി പറയുന്നുണ്ട്. തോഴിമാർ ഒരു വഴി പറഞ്ഞു കൊടുത്തു. നമുക്ക് നാളെ ആരും അറിയാതെ വേഷം മാറി ബാദുഷയുടെ കടയിലേക്ക് പോകാമെന്നും അവിടെ നിന്നും തുണിത്തരങ്ങൾ വാങ്ങാൻ വന്നതാണെന്ന വ്യാജേന ബാദുഷയെ കണ്ടിട്ട് വരാമെന്നും. അത് കേട്ട് രാജകുമാരി ആ സാഹസത്തിന് മുതിരാമെന്ന് സമ്മതിച്ചു. ശേഷം നേരം പുലരാൻ അവൾ കാത്തിരുന്നു. നേരം പുലർന്നതും ഒരുവിധം ഭടന്മാരുടെ കണ്ണു വെട്ടിച്ച് രഹസ്യ വഴിയിലൂടെ അവർ വേഷം മാറി പുറത്തേക്കിറങ്ങി. സാധാരണ സ്ത്രീകളുടെ വേഷത്തിൽ അവർ വ്യാപാരം നടക്കുന്ന സ്ഥലത്തേക്കെത്തി. ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ബാദുഷയുടെ കടയിലേക്ക് അവർ കയറി. നല്ല ഇനം തുണിത്തരങ്ങൾ കാണിക്കുവാൻ അവർ പറഞ്ഞു. ബാദുഷ തുണികൾ കാണിക്കുന്നതിനിടയിൽ മുഖം മറച്ചിരുന്ന രാജകുമാരിയെ നോക്കി. അവളുടെ കണ്ണുകൾ കണ്ട മാത്രയിൽ ആരാണെന്ന് അവന് മനസ്സിലായി. മുഖത്ത് വന്ന ചിരി അവൻ മറച്ചു പിടിച്ച് അറിയാത്ത ഭാവത്തിൽ തുണികൾ നൽകി. ശേഷം പുറപ്പെടാൻ ഒരുങ്ങിയ അവരെ അവൻ പിന്നിൽ നിന്നും സാലി എന്ന് വിളിച്ചു. അവൾ വേഗം തിരിഞ്ഞു നോക്കി. ബാദുഷ അത് കണ്ട് ചിരിക്കാൻ തുടങ്ങി. അവൾ നാണിച്ചുകൊണ്ട് എന്തു പറയണമെന്നറിയാതെ നിന്നു. ഞാൻ വെറുതെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് പതുങ്ങുന്ന സാലിയെ നോക്കി അവൻ പറഞ്ഞു, എന്തായാലും രാജകുമാരി ഇവിടേക്ക് വന്നില്ലേ, അതുതന്നെ വലിയ കാര്യമാണ്. എനിക്കറിയാം എന്നെ കാണാതിരിക്കാൻ സാലിക്ക് കഴിയില്ല എന്ന്. അത് കേട്ടവൾ ചിരിയോടെ അവനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും കൊട്ടാരത്തിലേക്ക് പോയി.
കൊട്ടാരത്തിലേക്ക് എത്തിയതും ഭടന്മാരുടെ കണ്ണു വെട്ടിച്ചവർ രഹസ്യ വഴിയിലൂടെ ഉള്ളിലേക്ക് കടന്നു. അവരുടെ ശ്രമം വിജയിച്ച ആഹ്ലാദത്തിൽ കളിച്ചും രസിച്ചും വരുന്ന തോഴിമാരും സാലിയും നേരെ ചെന്നുപെട്ടത് രാജാവിൻ്റെ മുന്നിലായിരുന്നു. രാജാവ് ദേഷ്യത്തോടെ തോഴിമാരെ അവിടെ നിന്നും പറഞ്ഞയച്ചു. സാലിയെ നോക്കി എവിടെ പോയിരുന്നു, എന്തിനു പോയിരുന്നു എന്നൊക്കെ രാജാവ് തിരക്കി. ശേഷം രാജാവ് ഓരോന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഉപ്പയെ നോക്കി അവൾക്ക് കള്ളം പറയാൻ തോന്നിയില്ല. അവൾ എല്ലാ കാര്യങ്ങളും ഉപ്പയോട് പറഞ്ഞു. ദേഷ്യത്തോടെ ഉപ്പ അവിടെ നിന്നും ഒന്നും പറയാതെ പോയി. സാലിക്ക് ഉപ്പയുടെ പെരുമാറ്റം കണ്ട് ഒരുപാട് വിഷമമായി. അവൾ വിഷമത്തോടെ അറയിലേക്ക് കയറി വാതിലടച്ചു. പിന്നീട് ആഹാരമൊന്നും കഴിക്കാനോ തോഴിമാർ വിളിച്ചിട്ട് വാതിൽ തുറക്കാനോ കൂട്ടാക്കിയില്ല. തൻ്റെ പ്രിയപ്പെട്ട മകളുടെ വാശിയിൽ ഉപ്പയ്ക്ക് അടിയറവ് പറയേണ്ടി വന്നു. ഉപ്പ നേരെ സാലിയെ ചെന്ന് കണ്ടു. അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, ഉമ്മ മരിച്ച ഒരു പെൺകുട്ടിയായിട്ടും ഉപ്പ വേറെ വിവാഹം കഴിക്കാത്തത് മോളെ ഓർത്താണ്. മോൾ വിഷമിക്കുന്നത് കാണാൻ ഉപ്പയ്ക്ക് വയ്യ. മോൾക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ ഉപ്പ ആ ചെറുപ്പക്കാരനോട് സംസാരിക്കാം. എത്രയും പെട്ടെന്ന് വിവാഹത്തിനായുള്ള ഏർപ്പാടുകൾ ചെയ്യാം. മോൾക്ക് സന്തോഷമാകുന്ന തീരുമാനമെന്തോ അത് ചെയ്യാനാണ് ഉപ്പയ്ക്കിഷ്ടം എന്നു പറഞ്ഞ് രാജാവ് സാലിയെ ചേർത്തു പിടിച്ചു. അവളും ഉപ്പയെ ചേർത്തു പിടിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. ശേഷം ബാദുഷയെയും കുടുംബത്തെയും രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. അവർ കൊട്ടാരത്തിലേക്കെത്തി. രാജാവ് ബാദുഷയോട് സാലിയുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ചോദിച്ചു. ഒരു മടിയുമില്ലാതെ ബാദുഷ രാജാവിനോട് പറഞ്ഞു, എനിക്ക് രാജകുമാരിയെ ഇഷ്ടമാണ്. വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു സാധാരണക്കാരനായ എനിക്ക് അതിനുള്ള അർഹതയില്ലെന്നറിയാം. എന്നാലും മറ്റാരെക്കാളും രാജകുമാരിയെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്. ബാദുഷയുടെ വാക്കുകൾ കേട്ട് രാജാവിന് അവനോട് അടുപ്പം തോന്നി. വീട്ടുകാർക്കും ഈ ബന്ധത്തിൽ എതിർപ്പില്ല എന്ന് മനസ്സിലാക്കിയ രാജാവ്, ഇനി നിങ്ങൾ കൊട്ടാരത്തിൽ താമസിക്കുവാനും ഇവിടുത്തെ അംഗമായി മാറിക്കഴിഞ്ഞുവെന്നും വൈകാതെ സാലിയും ബാദുഷയും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കുമെന്നും അറിയിച്ചു. ഏവർക്കും ഇത് കേട്ട് സന്തോഷമായി. രാജകുമാരിക്ക് തൻ്റെ പ്രിയപ്പെട്ടവനെ തന്നെ സ്വന്തമായി കിട്ടുമെന്ന സന്തോഷമായിരുന്നു. ബാദുഷയ്ക്കും താൻ സ്വപ്നം കാണുവാണോ എന്ന പ്രതിനിധിയായിരുന്നു. ഇത്രയും സുന്ദരിയായ രാജകുമാരിയെ താൻ വിവാഹം കഴിക്കാൻ പോകുകയാണെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇരുവരുടെയും വിവാഹം ഉറപ്പിച്ചു. ആ ദിവസത്തിനായി അവർ കാത്തിരുന്നു. ശേഷം വിവാഹ ദിവസമെത്തി. ഇരുവരുടെയും വിവാഹം അത്യധികം ആഡംബരത്തോടെ നടന്നു. കണ്ടവർ അവരുടെ ചേർച്ചയെപ്പറ്റി വാഴ്ത്തി. തങ്ങളുടെ പ്രണയം സാഫല്യമായ സന്തോഷത്തിൽ ഇരുവരും കൈകൾ കോർത്തു പിടിച്ചു നിന്നു. പിന്നീട് രാജകുമാരിയും ബാദുഷയും സന്തോഷകരമായ ജീവിതം ആരംഭിക്കാൻ തുടങ്ങി.